അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ എല്ലാ ഫിഷ് ടാങ്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം പുറത്തൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതിലിപ്പോൾ കാണിക്കാൻ പറ്റില്ല, അത് നല്ല മഴ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. അത് ഞാൻ വീടിൻ്റെ അകത്ത് ജന്നൽ തുറന്ന് കാണിച്ചു തരാം. അപ്പം ഇവിടെ മഴ നനയാതെ ഒരു ഫിഷ് ടാങ്ക് ഇരിപ്പുണ്ട്. ഇതാണ് ആ ഫിഷ് ടാങ്ക്. ഇതെൻ്റെ പഴയ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയ ഫിഷ് ടാങ്കാണ്. അവിടെ വെച്ച് ഉണ്ടായിരുന്നു ഈ ഫിഷ് ടാങ്ക്. ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയത് ഞാനും അച്ഛനും കൂടെയാണ്. ഇത് അതിൻ്റെ തന്നെ അതുപോലെ തന്നെ വേറൊരു ഫിഷ് ടാങ്കാണ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചത്. ഇതും ഉണ്ടാക്കിയത് ഞാനും അച്ഛനും കൂടെയാണ്. പിന്നെ പുറത്ത് വെച്ചുന്ന ഫിഷ് ടാങ്ക് ഞാൻ ജനൽ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ഞങ്ങൾ കാണിക്കുന്നു. ഇത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാണാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇത് വേറൊരു ഫിഷ് ടാങ്കാണ്. ഇതും ഈ വീഡിയോ ഉണ്ടാക്കിയ ഫിഷ് ടാങ്കാണ്. ഈ ഫിഷ് ടാങ്ക് ഞാനും അച്ഛനും അമ്മമ്മയും കൂടെ ഉണ്ടാക്കിയ ഫിഷ് ടാങ്കാണ്. ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉണ്ടാക്കിയതാണ്. ഇത് അച്ഛൻ മാത്രമാണ്. അത് അച്ഛൻ പറഞ്ഞ ടോപ്പിൽ ആണിയൊക്കെ അങ്ങനെ, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇത് എൻ്റെ പഴയ വീട്ടിൽ വെച്ച് ഉണ്ടായിരുന്ന ഫിഷ് ടാങ്കാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഷങ്കാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഷങ്കാണ്. ഇത് അപ്പൂപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഷങ്കാണ്. അടുത്ത ഫിഷ് ടാങ്ക് കാണിക്കും മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അടുത്ത ഫിഷ് ടാങ്കിൽ അത് മീനൊന്നും കാണത്തില്ല. കാരണം ആ ഫിഷ് ടാങ്കിൽ കിടന്ന കല്ലെല്ലാം മാറ്റി അതിൽ ഗോലി ഇട്ടുകൊണ്ടിരിക്കണം. പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അയ്യോ, മീൻ വന്നല്ലോ. നമ്മളെ മീൻ നല്ല ടൈമിങ്, കറക്റ്റ് ടൈമിങ് ആയിരുന്നു ഗൈസ്. അപ്പം നമുക്ക് മീനെ കാണാം. അപ്പോഴത്തേക്കും അച്ഛൻ അതിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഫിഷ് ടാങ്ക് കാണാം. നമ്മൾ പയ്യെ വരുന്നു. കണ്ടോ ഗൈസ്, ഇതാണ് അടുത്ത ഫിഷ് ടാങ്ക്. ഇവിടെ ഇതൊരു ഫിഷ് ടാങ്ക് തന്നെ 3 ടൈപ്സ് ഇതിലിടാൻ പറ്റും. കണ്ടോ, ഇതിൽ മീനെ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഗൈസ് ഇതിലൊരു മീനും കൂടെ ഇതായിരുന്നു. അയ്യോ, ഫോണ് തിരിഞ്ഞുപോയി ഗൈസ്. സോറി ഗൈസ്, ഫോൺ തിരിഞ്ഞുപോയി. അതിൽ മീൻ വന്നില്ല ഗൈസ്, വെള്ളം മാത്രമേ വന്നുള്ളൂ ഗൈസ്. സാരമില്ല ഗൈസ്. മൈ ഗോഡ്, ഇതാണ് നമ്മളെ ബൗൾ. ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്കാണ് വെച്ചേക്കുന്നത് ഈ ബൗൾ. ഇനി നമുക്കൊരു പണിയുണ്ട്. നമുക്ക് എന്തായാലും എനിക്ക് നിങ്ങളെ മീനെ കാണിച്ചു തരണമെന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് വെച്ച് മീനിനെ എവിടെയാണ് പിടിച്ചിട്ടതെന്ന് കണ്ടുപിടിക്കണം. എവിടെയാണ് മീനിനെ പിടിച്ചിട്ടത് ഗൈസ്? ഇതിൻ്റെ അകത്ത് കല്ല് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ ശംഖും എൻ്റെ ഒരു ഫ്രണ്ട് എന്നതാണ്. അല്ല, ഈ ശംഖ് അച്ഛൻ്റെ ഫ്രണ്ടോട്. ഈ ശംഖ് അപ്പൂപ്പൻ്റെ വീട്ടിലുണ്ടാകുന്ന ശംഖാണ്. ഈ 2 ശംഖും ഇപ്പം ഞാൻ ഗോലിയിട്ടിട്ട് ഒരിത് കാണിച്ചതില്ലേ, അതിൻ്റെതാണ്. ഞാനപ്പോഴത്തേക്ക് ഇവിടെ മീൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അച്ഛാ മീൻ എന്തി അച്ഛാ? ഗൈസ്, മീൻ വന്നു ഗൈസ്. എവിടെ നിന്നൊക്കെയോ മീൻ പൊങ്ങി വന്നു ഗൈസ്. അപ്പോൾ ഫിഷ് ടാങ്കിൻ്റെ തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഈ ഫിഷ് ടാങ്ക് കാണാൻ ഞാൻ കട്ടിലിൻ്റെ മണ്ടയിലൊക്കെ കയറി സാഹസികം ചെയ്യണം ഗൈസ്. മീൻ വന്നു, നമ്മളെ മീൻ ആഷൻസ് വന്നു. കണ്ടോ ഗൈസ്? കാണാമോ ഗൈസ്? നിങ്ങൾക്ക് കാണാമല്ലേ ഗൈസ്? കണ്ടോ, ഇതൊക്കെ ഓരോ ഗോലിയാണ്. ഇപ്പം ഇതെൻ്റെ അച്ഛൻ്റെ കൈയാണ് ഗൈസ്.
അച്ഛൻ ഗോലീസിനെയൊക്കെ കറക്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗോലീസിനൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. നല്ല ഭംഗിയുണ്ട്. ഈ ഗോലീസ് എനിക്ക് കിട്ടുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതൊക്കെ പറഞ്ഞു ഗൈസ്. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി എൻ്റെ അച്ഛനെ കാണിച്ചില്ലല്ലോ. അച്ഛാ അച്ഛൻ അതിലെ ബിസിയിലാണ്. നമുക്ക് അപ്പം അതൊക്കെ കാണിക്കാമേ. കാണിക്കാം. ഇനി ഞാൻ ഇതിന് മുമ്പിട്ടിരുന്ന കല്ലിൻ്റെ പൂരങ്ങളാണിത്. ആ കല്ല് മാറ്റിയാണ് നമ്മൾ ഈ ഗോലിയാക്കിയത്. എൻ്റെ തല നമ്മൾ അച്ഛൻ ഫ്രീ ആയി. കം ഓൺ, ദിസ് ഇസ് മൈ ഫാദർ. എൻ്റെ അച്ഛൻ. ഹല അമ്മച്ചി. അപ്പം ഇതാണ് എൻ്റെ ഫിഷ് ടാങ്ക്സ്. മഴ ലേശം തോർന്നെന്ന് തോന്നുന്നു. എന്തായാലും തോർന്നില്ലെങ്കിലും നമുക്ക് കുട എടുത്താണെങ്കിലും നമുക്ക് മറ്റേ ഫിഷ് ടാങ്ക് കാണണം. എനിക്ക് നിങ്ങൾക്ക് ആ ഫിഷ് ടാങ്ക് കാണിച്ചു തരണം. എൻ്റെ ഫസ്റ്റത്തെ ഫിഷ് ടാങ്ക്സ് ആണ് ഗൈസ്. ഞാനിവിടെ ടി വി എന്ന് വെച്ചത് വരുന്നില്ല ഗൈസ്. ഗൈസ് എൻ്റെ ഒരു ചെരുപ്പ് കാണാം. എൻ്റെ ഗൈസ് അമ്മച്ചി എൻ്റെ ചെരുപ്പും പോയി ഗൈസ്. എന്നെക്കാൾ വലിയ കുടമാണ് ഗൈസ്. കണ്ടോ ഗൈസ്?